എങ്ങനെയാണ് ഒരു കരിയർ ക്വസ്റ്റ്യൻ ചൂസ് ചെയ്യേണ്ടത്? ഈ ഒരു ടോപ്പിക് പറയുമ്പോൾ തന്നെ നിങ്ങൾക്കൊക്കെ തോന്നും കരിയർ ക്വസ്റ്റ്യനോ അതെന്താണ്? അപ്പൊ അതിന്റെ ഒരു ആൻസർ ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. സ്മാർട്ട് മൂവ്സ് എന്ന് പറയുന്നത് ഒരു HR റിക്രൂട്ട്മെന്റ് ഫേം ആണ്. ഹാഫ് സാലറി പോലത്തെ വലിയ ചാർജസ് ഒന്നും ഇല്ലാതെ ചെറിയൊരു രജിസ്ട്രേഷൻ ഫീസിൽ തന്നെ ഒരു വർഷത്തോളം കൃത്യമായിട്ടുള്ള വേക്കൻസി അപ്ഡേറ്റ് നിങ്ങൾക്ക് അറിയാനായിട്ട് പോസിബിൾ ആണ്. അപ്പോൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ താഴെ കൊടുത്തിരിക്കുന്ന കോൺടാക്ട് നമ്പറിലേക്ക് പെട്ടെന്ന് നിങ്ങളുടെ CV ഷെയർ ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആയിട്ടുള്ള ഫ്രണ്ട്സിലേക്കൊക്കെ ഷെയർ ചെയ്യുക. അതുപോലെ നമ്മുടെ പേജ് സബ്സ്ക്രിപ്ഷൻ എൻഷുർ ചെയ്യുക. ഓക്കെ, അപ്പോൾ കരിയർ ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് ചൂസ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. അത് മെയിൻലി വരുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു കാൻഡിഡേറ്റിനെ ഇന്റർവ്യൂവിന് ഇൻവൈറ്റ് ചെയ്യുന്ന സമയത്താണ് ഇത്തരത്തിലുള്ള കരിയർ ക്വസ്റ്റ്യൻസ്. അത് വളരെ ഇന്നർ സെൽഫിനെ കൊണ്ട് പറയിപ്പിക്കുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ SM ടോക്സ് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് കൂടുതലായിട്ട് ഇന്റർവ്യൂസ് വരാറുണ്ടായിരിക്കും. അല്ലെങ്കിൽ എംപ്ലോയർ എന്നൊരു സ്റ്റാറ്റസിലാണെങ്കിലും ഒരുപാട് കരിയർ റിലേറ്റഡ് ചോദ്യങ്ങളിലൂടെ മാത്രമാണ് ഒരു ഇൻഡിവിജ്വലിനെ കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് പോസിബിൾ ആവുന്നത്. അപ്പോൾ ഈ കരിയർ ക്വസ്റ്റ്യൻസ് എങ്ങനെയായിരിക്കണം ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ ഡിസ്കസ് ചെയ്തിരുന്നു. എന്നിരുന്നാൽ പോലും മറ്റ് കരിയർ ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണ്? അതിലൊരു ഫസ്റ്റ് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കരിയറിൽ ഇവര് ലോങ് ടേം പ്ലാൻ എന്താണ് എന്നുള്ളതാണ് ഒരു ക്വസ്റ്റ്യൻ. അതായത് ലോങ് ടേമിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ. അപ്പൊ അവർക്ക് അതിനെ പറ്റിയിട്ട് ക്ലാരിറ്റി ഇല്ല. എല്ലാവരും തന്നെ ഒരു കരിയർ ഓറിയന്റഡ് ആയിരിക്കണം എന്ന് നമുക്ക് നിർബന്ധം പറയാനാവില്ല. പലരുടെയും ജോലിക്ക് പോകാനുള്ള സാഹചര്യങ്ങൾ ഡിഫറെന്റ് ആവും. ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻസ് വേണമെന്ന് ആഗ്രഹിച്ച് ജോലിക്ക് പോകുന്നവരുണ്ട്, അല്ലെങ്കിൽ മറ്റാരുടെയെങ്കിലും നിർബന്ധം കൊണ്ട് ജോലിക്ക് പോകുന്നവരുണ്ട്, അല്ലെങ്കിൽ ഒരുപാട് പേരുടെ ഇൻഫ്ലുവൻസസ് കൊണ്ട് ജോലിക്ക് പോകുന്നവരുണ്ട്. അതൊക്കെ ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് കരിയറിൽ കറക്റ്റ് ഒരു ബ്ലൂ പ്രിന്റ് ഉള്ള ഒരു ആളായിരിക്കുക എന്നുള്ളത് നിർബന്ധമല്ല. അപ്പൊ അതുകൊണ്ട് ചോദിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് ലൈഫിൽ ഒരു ഗോൾ സെറ്റ് ചെയ്തിരിക്കുന്നത്, എന്താണ് നിങ്ങളുടെ ഒരു ഫ്യൂച്ചർ പ്ലാൻ അല്ലെങ്കിൽ ഗോൾ എന്നൊക്കെയുള്ള രീതിയിൽ ഒരു സിമ്പിൾ ആയിട്ടുള്ള ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ് ആയിട്ടും അതിന് അവർ ഒരു ആൻസറിലേക്ക് എത്താനായിട്ട് പോസിബിൾ ആണ്. അടുത്തൊരു കരിയർ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ചെയ്യുന്ന സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന കാര്യം എന്താണ്? കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജോലി എന്ന് പറയുമ്പോൾ എപ്പോഴും ഈ പറഞ്ഞതുപോലെ ഹാപ്പിനെസ് എന്ന ഒരു എലമെന്റ് ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ റിട്ടേൺസ് എന്നൊരു എലമെന്റ് ഉണ്ടായിരിക്കും. ഇതിനൊക്കെ അപ്പുറത്ത് നിൽക്കുന്ന ഒരു കാര്യമാണ് സാറ്റിസ്ഫാക്ഷൻ എന്നുള്ളത്. ചെയ്ത് കഴിയുമ്പോൾ തോന്നുന്ന ഒരു തൃപ്തി എന്ന് നമുക്ക് മലയാളത്തിൽ അതിനെ പറയാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് എന്താണ് ഏറ്റവും അധികം സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന ഒരു കാര്യം എന്നൊരു ക്വസ്റ്റ്യൻ നമുക്ക് കരിയറിൽ ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ആൻസർ കിട്ടുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ ആൾക്ക് ഈ ഒരു പ്രൊഫൈല് മാച്ചിങ് ആണോ എന്നുള്ളത്. അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര കാര്യങ്ങളിൽ ചെയ്യുന്ന സമയത്തും ഏറ്റവും അധികം പ്രയോറിറ്റി കൊടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് എന്താണ്? അതായത് മിക്കവാറും ആൾക്കാരുടെ ലൈഫ് സ്റ്റൈലൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി കാര്യങ്ങൾ വന്ന് നിൽക്കുന്നുണ്ടാവും. പേഴ്സണൽ കാര്യങ്ങൾ ഉണ്ടായിരിക്കും, ഫാമിലി കാര്യങ്ങൾ ഉണ്ടായിരിക്കും, ഒഫീഷ്യൽ കാര്യങ്ങൾ ഉണ്ടായിരിക്കും, ലൈഫ് റിലേറ്റഡ് കാര്യങ്ങൾ ഉണ്ടായിരിക്കും, അപ്ഗ്രഡേഷൻ കാര്യങ്ങൾ, ഇതൊക്കെ നിൽക്കുമ്പോഴും എന്തിനാണ് പ്രയോറിറ്റി കൊടുക്കുന്നത് എന്നൊരു ചോദ്യം ചോദിച്ചു നോക്കൂ. അപ്പൊ അതിന് ഒരു ആപ്റ്റ് ആയിട്ടുള്ള മറുപടി വരുമ്പോഴും നമുക്ക് കരിയർ റിലേറ്റഡ് ക്വസ്റ്റ്യൻസിലേക്ക് ക്ലാരിറ്റിയിലേക്ക് എത്തിക്കാൻ പറ്റും. അപ്പൊ ഈ പറഞ്ഞിട്ടുള്ള 3 ക്വസ്റ്റ്യൻസും നിങ്ങൾ കരിയറുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ജോലിയുമായി ബന്ധപ്പെട്ട് ആരുടെ അടുത്തെങ്കിലും ഡിസ്കഷന് പോകുമ്പോൾ ജസ്റ്റ് ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. യു വിൽ ഗെറ്റ് എ വെരി ഗുഡ് റെസ്പോൺസ് ഫ്രം ദാറ്റ്. അതിലൂടെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാം നിങ്ങളുടെ കൂടെ നിർത്താനായിട്ട് പറ്റുന്ന ആൾക്കാർ ആരൊക്കെയാണ് എന്നൊക്കെ അറിയാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, അപ്പൊ സ്മാർട്ട് മൂവ്സ് എന്ന് പറയുന്നത് ഒരു HR റിക്രൂട്ട്മെന്റ് ഫേം ആണ്. അതായത് ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള സപ്പോർട്ടിംഗ് സിസ്റ്റം ആണ്. ഏകദേശം ഒരു വർഷത്തോളം ഹാഫ് സാലറി പോലത്തെ ഒരു വലിയ ചാർജസ് ഒന്നും ഇല്ലാതെ ചെറിയൊരു രജിസ്ട്രേഷൻ ഫീസോട് കൂടി നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ജോബ് എവിടെയൊക്കെയാണ് ഈ 14 ഡിസ്ട്രിക്ട് കേരളത്തിലെ 14 ജില്ലകളിൽ നിന്നുള്ള വേക്കൻസി അപ്ഡേറ്റുകൾ റെപ്യൂട്ടഡ് സ്ഥാപനങ്ങളിൽ നിന്നാണ് നിങ്ങൾക്ക് അറിയാനായിട്ട് പോസിബിൾ ആണ്. ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ താഴെ കൊടുത്തിരിക്കുന്ന കോൺടാക്ട് നമ്പറിലേക്ക് വളരെ ഇമ്മീഡിയറ്റ് ആയിട്ട് നിങ്ങളുടെ CV ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.